ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ 2-3 കിച്ചൺ അപ്ലയൻസസ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. എന്നെ പോലെ എത്ര പേർക്കാണ് ഈ ഒരു സിമ്പിൾ ബ്രെഡ് ആൻഡ് ബട്ടർ കോമ്പിനേഷൻ ഇഷ്ടം? എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ബ്രെഡിൽ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടർ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ എന്തിഷ്ടമാണെന്നോ. പിന്നെ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ചെല്ലാണല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു എഗ്ഗും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഉള്ളപ്പം ഞാൻ ഒന്ന് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കലാണ് പതിവ്. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇന്നിപ്പോൾ ഞാൻ ആദ്യം മൈക്രോവേവ് അവൻ ക്ലീനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. നമ്മളെപ്പോഴും ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യും, പക്ഷെ ബാക്ക് സൈഡ് ചിലപ്പോൾ മറന്നു. അപ്പം ഞാനിത് മാസത്തിലൊരിക്കലൊക്കെ തന്നെയേ ചെയ്യാറുള്ളൂ. എന്നാലും ഇതുപോലെ നല്ല പൊടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാക്യൂം ചെയ്യും, ഒന്ന് സ്പ്രേ ഡൗൺ ചെയ്ത് തുടച്ചെടുക്കുവാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ട് അത് കിടക്കുകയും ചെയ്യും. ഈ ഒരു അവൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 9 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ തുടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് പുതിയതുപോലെ തന്നെ ഒരുപാട് കാലം ഇരിക്കും. മാസത്തിലൊരിക്കൽ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ ഡിസിൻഫെക്റ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്ലാസ് ബൗളിൽ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞ് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് വെള്ളവും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം ഒരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ്സോളം നമുക്ക് മൈക്രോവേവ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം ആ ഒരു സ്റ്റീമിൽ ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് നോർമൽ വെള്ളം വെച്ചിട്ടും നന്നായിട്ട് വൈപ്പ് ഡൗൺ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് ഐറ്റംസ് ചൂടാക്കിയിട്ടുണ്ടെങ്കിലും അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അറിയതിന് ശേഷം ആ സ്റ്റീം കൊണ്ട് തന്നെ നല്ലൊരു ക്ലീൻ ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ഡൗൺ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് മാർക്സ് ഒന്നും വരാണ്ട് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും രീതിയിൽ സ്പില്ലേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് നമുക്ക് സോപ്പിട്ട് കഴുകി ഡ്രൈ ആക്കി നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. അതല്ലാണ്ട് തന്നെ ഈ പ്ലേറ്റ് ഇടയ്ക്കൊന്ന് കഴുകി എടുത്ത് വെക്കുന്നതും നല്ലതായിരിക്കും. എൻ്റെ ഇലക്ട്രിക് കെറ്റിലും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വൈറ്റ് മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസത്തിലൊരിക്കലാണ് ഇതുപോലെ ചെയ്യാറുള്ളത്. കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കുറച്ച് മതി, ഒരു 1/4 കപ്പൊക്കെ മതി. പിന്നെ കൂടുതലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇത് ബോയിൽ ചെയ്തതിന് ശേഷം ഇതിലത്തെ വെള്ളം കളയാം. എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം എടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതിനെ ബോയിൽ ചെയ്യാം. ആ വിനീഗറിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ആ വെള്ളം കൂടെ കളഞ്ഞ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.